तू दिल में है, तू सांसों में बसा, ये सिलसिले हो जाने दे जरा। അമ്മ എന്റെ നടു ഇവളുടെ തന്തിനാണ് ഇത്രയും വലിയ മതിലൊക്കെ ഇവിടെ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഹരിയേട്ടനാണല്ലോ. ഇവരിപ്പോ എന്തിനാ ഈ പാതിരാത്രി വിളിക്കുന്നത്? ഹലോ എടി ആയിഷേ, നീ ഉറങ്ങിയായിരുന്നോ? ഉറങ്ങിക്കിടക്കുന്ന ആളെ വിളിച്ചിട്ട് ഉറങ്ങിയെന്ന് ചോദിക്കുന്നോ? നിങ്ങൾക്ക് എന്താ ഹരിയേട്ടാ, വയ്യേ? ഓ, നീ ഉറങ്ങിയായിരുന്നല്ലേ? എടി അതെ, ഞാൻ നിന്നെ നേരത്തെ വിളിച്ചപ്പോ നിന്റെ ഇത്തയാ ഫോൺ എടുത്തത്. വീട്ടിലെന്തേലും സീൻ ഉണ്ടായോ അതറിയാൻ വേണ്ടിട്ടാ ഞാനിപ്പോ വിളിച്ചേ. ഏയ്, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് നിൽക്കുന്നത് ഇത്തയാ. പിന്നെ ഇത്തയോട് ഈ കാര്യം പറഞ്ഞില്ല എന്നുള്ളൊരു പരാതി എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇത്ത. അത് ഞാൻ മാറ്റി. ഓ, അപ്പൊ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലേ? ഇപ്പഴാ എനിക്കൊന്ന് സമാധാനമായത്. ഞാൻ കരുതി നിന്റെ വാപ്പിയുടെ കൂട്ടായിരിക്കും ബാക്കിയുള്ളവരൊന്ന്. ഏയ് അല്ല അല്ല, വാപ്പ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇങ്ങനെ ഇത്തയൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാ. നിങ്ങൾ ഇതറിയാൻ വേണ്ടിട്ടല്ലേ വിളിച്ചേ. ഇനി ഞാൻ വെക്കട്ടെ? കട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്താ ധൃതി? വെക്കല്ലേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓ, എന്താ ഹരിയേട്ടാ ഇനിയും? വേഗം പറ, ആരെങ്കിലും ചിലപ്പോ വരും. എടി അതുണ്ടല്ലോ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. നീ ആ ബാൽക്കണീന്റെ ഡോറും തുറക്കണേ. ഞാൻ ദേ അടിയിൽ നിൽപ്പുണ്ട്. എന്റെ വീടിന്റെ ബാൽക്കണിയോ? നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഹരിയേട്ടാ, ആരെങ്കിലും കാണും, എനിക്ക് പേടിയാവുന്നുണ്ടേ. നിങ്ങൾ വേഗം പോയേ. അങ്ങനെ ഇപ്പൊ പോവാനൊന്നും പറ്റൂല. എന്തായാലും നിന്റെ വീടിന്റെ മതിൽ ഞാൻ ചാടി. ഇനിയിപ്പൊ നിന്നെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ. ശരി, ഞാൻ തുറക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, വേഗം പോവെന്ന് എനിക്ക് വാക്ക് തരണം. അതൊക്കെ ഞാൻ റൂമിൽ വന്നിട്ട് തീരുമാനിക്കും. വേഗം പോണോ അതോ ഇന്നവിടെ സ്റ്റേ ചെയ്യണോന്ന്. സ്റ്റേ ചെയ്യാനാ ഇവിടെ? ഒന്ന് പോയാ ഹരിയേട്ടാ നിങ്ങള്. ആരെങ്കിലും കണ്ടല്ലോ തീർന്ന്. ഓ, ഞാൻ വേഗം പൊക്കോളം പെണ്ണെ. ഞാൻ എങ്ങനെയും മുകളിലോട്ടൊന്ന് കേറിക്കോട്ടെ. നീ ആ ഡോറ് തുറക്കാൻ നോക്ക്. ആ, ഇതാര്? ആയിഷക്കുട്ടിയോ? സുന്ദരിയായിട്ടുണ്ടല്ലോ കാണാൻ. ഹരിയേട്ടാ, അധികം സോപ്പിടല്ലേ, വേഗം പോവാൻ നോക്ക് നിങ്ങള്. പോണോ വേണ്ടെന്നൊക്കെ ഞാൻ പിന്നെ തീരുമാനിച്ചോളാം. ആദ്യം നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ഞാനൊന്ന് ശരിക്ക് കാണട്ടെ എന്റെ പെണ്ണിനെ. നിങ്ങളിത് എന്തൊലിപ്പിക്കലാണ്? ക്രിഞ്ച്. ഒന്ന് പോടി പെണ്ണെ. നിനക്കിത് ക്രിഞ്ചായിട്ടൊക്കെ തോന്നും. എന്റെ ഉള്ളിലെ സ്നേഹം നിനക്ക് ഇങ്ങനെ തോന്നുമല്ലേലും. നിന്നെ വല്ലപ്പോഴും എനിക്കൊന്ന് കാണാൻ കിട്ടുന്നത് തന്നെ, അതും കോളേജിൽ വരുമ്പോ. കോളേജിൽ പിന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് എനിക്ക് എന്റെ സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റൂല. ഇപ്പൊ ഞാനൊന്ന് മുതലാക്കട്ടടി. ഓ, നിങ്ങളുടെ ഒരു സ്നേഹം. ഹരിയേട്ടാ, റൂമിൽ ലൈറ്റ് കിടക്കുന്നോണ്ട് ആർക്കെങ്കിലും സംശയം തോന്നി ഇങ്ങോട്ട് വരും. അതിനു മുമ്പ് നിങ്ങൾ പോവാൻ നോക്ക്. എന്തു പാടി, ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ. ഇപ്പൊ എന്തായാലും സമയം 12:30 കഴിഞ്ഞു. അപ്പൊ ഇനി വെളുപ്പിനെ ഒരു 4 മണിയായിട്ട് ഞാൻ പോയാ പോരെ? പറ്റൂല ഹരിയേട്ടാ, പറ്റൂല, സമ്മതിക്കൂല ഞാൻ. മര്യാദക്ക് പൊക്കോ നിങ്ങള്. ആ ശരി ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞ് പൊക്കോളാം. ഇപ്പൊ നീ ഇങ്ങി വന്നേ, ഞാനൊന്ന് സ്നേഹിക്കട്ടെ. ഹരിയേട്ടാ, നിങ്ങളൊന്ന് ചുമ്മാ ഇരുന്നേ, വിട്ടേ എന്നെ. അയ്യോ ഹരിയേട്ടാ, ഇത്തയാണെന്ന് തോന്നുന്നു. ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതാ ആരെങ്കിലും വരുമെന്ന്. എന്തായാലും നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒളിക്കി. ഞാൻ ഡോറും തുറക്കട്ടെ. ഇത്ര നേരമായിട്ട് നീ ഉറങ്ങിയില്ലേ കുഞ്ഞി? നീ എന്തെടുക്കുക ഇവിടെ? റൂമിലെ ലൈറ്റ് കണ്ടിട്ടാ ഞാൻ വന്നത്. അത് പിന്നെ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു കോളേജിക്ക്. അത് ഞാൻ ചെയ്യുമായിരുന്നു, കൊറേ ഉണ്ടായിരുന്നു.
അതുകൊണ്ടാ ഉറങ്ങാൻ തരുന്നത്. ആ എന്തായാലും ഇത്രയൊക്കെ ഇന്ന് ചെയ്താൽ മതി. ഇനിയും നാളെ ചെയ്യാം. നാളെ എന്തായാലും അവധിയാണല്ലോ. നാളെ ഇരുന്ന് ചെയ്യാൻ നോക്ക്. ഇപ്പൊ നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ ശരി ഇക്ക, ഞാനെന്നാ പോയി ഉറങ്ങട്ടെ. ഇക്കയും പോയി ഉറങ്ങിക്കോ. ആ ശരി ശരി, എന്നാ നീ പോയി ഉറങ്ങിക്കോ. ഇപ്പഴൊരു സമാധാനായത്. എന്റെ പൊന്നു ഹരിയേട്ടാ, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ആരെങ്കിലും വരുമെന്ന്. സോറി പെണ്ണെ, ദേഷ്യപ്പെടല്ലേ. ശരി, നീ ഉറങ്ങിക്കോ, ഞാൻ പോവാ. അയ്യോ പോവല്ലേ, നിക്ക്, ഒരു സാധനം തരാം, ഇതൂടെ കൊണ്ടുവെക്കോ. ഷേ കിസ്സാ, കുറച്ച് നേരത്തെ ആവായിരുന്നു. ആ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഈയിടെയായിട്ട് ആയിഷയ്ക്ക് കുറച്ച് ഫോൺ വിളി കൂടുന്നുണ്ട് ഇക്ക. ഇക്കൊന്ന് ശ്രദ്ധിക്കണം. ആ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. വല്ല കൂട്ടുകാരികളും ആയിരിക്കും. എന്നാലും എനിക്ക് സംശയമുണ്ട്. നമുക്ക് നോക്കാം. ഈ വിളി കണ്ടിട്ട് കൂട്ടുകാരികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇക്ക. ഇത് ഏതോ ചെറുക്കനായിട്ട് അവളീ ഫോൺ വിളിച്ച് നടക്കുന്നത്. എന്തായാലും ഇത് കൈയോടെ പിടിക്കണം. അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഞാൻ അവളെ വെച്ച് പൊറപ്പിക്കില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതാവാൻ സാധ്യത വളരെ കുറവാ. എന്നാലും 2 ദിവസം കഴിയട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. ആയിഷ, നീ ഇപ്പൊ എങ്ങോട്ടായി പോകുന്നത്? അത് വാപ്പി, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടില് കമ്പൈൻ സ്റ്റഡിക്ക് പോവുക. എക്സാം ഒക്കെ വരികയല്ലേ, അപ്പം 2 പേരും കൂടെ ഒരുമിച്ചിരുന്ന് പഠിക്കാന്ന് അവള് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുക. നീ ആരോട് ചോദിച്ചിട്ടാ ഇവിടുന്ന് പോകുന്നത്? എന്നെ നീ അറിയിച്ചില്ലല്ലോ ഈ കാര്യം. അത് വാപ്പി, ഞാൻ ഇന്നലെ ഇക്കയോടും ഇത്തയോടും പറഞ്ഞായിരുന്നു. പിന്നെ വാപ്പി വന്നപ്പോ ലേറ്റ് ആയില്ലേ, അതുകൊണ്ട് രാവിലെ പോവാൻ നേരത്ത് പറയാന്ന് വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. ആ ശരി ശരി, ഞാൻ ഇടയ്ക്ക് വിളിക്കും. അന്നേരം ഫോൺ എടുക്കണം. പിന്നെ വൈകുന്നേരം 6 മണിക്ക് മുമ്പ് തന്നെ ഇങ്ങി വന്നേക്കണം. ഇക്ക, ഇത് നമുക്ക് പറ്റിയ അവസരമാണ്. ഞാൻ അവളെ ഒന്ന് നിരീക്ഷിക്കാം. അവളെ എങ്ങോട്ടാ പോന്നീന്ന് നമുക്കറിയാലോ. ആ നീ പറഞ്ഞത് ശരിയാ. എന്തായാലും നീ ഒന്ന് ചെന്ന് നോക്ക്. അവൾ ആരുടെ കൂടെ എങ്ങോട്ടൊക്കെയാ പോകുന്നതെന്ന് നമുക്കറിയാലോ. പക്ഷേ നീ പുറകിനുണ്ടെന്ന് അവൾ അറിയരുത്. ഇത്ര നേരം നീ എവിടെ ആയിരുന്നു പെണ്ണെ? കൊറേ നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാ നിന്നെ. അത് ഹരിയേട്ടാ, ഞാൻ ഇറങ്ങുന്ന നേരത്ത് വാപ്പി ഉണ്ടായിരുന്നു അവിടെ. കൊറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിനൊക്കെ ഉത്തരം കൊടുത്തിട്ട് വരണ്ടേ, അതാ ലേറ്റ് ആയത്. ആണോ? എന്നിട്ട് നീ എന്തോ പറഞ്ഞേക്കുന്നേ? സംശയം വല്ലതും തോന്നുവോ? സംശയം തോന്നുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ അയറയുടെ വീട്ടില് കമ്പൈൻ സ്റ്റഡിക്ക് പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കുന്നേ. എന്തായാലും എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമെന്ന് പറഞ്ഞു. ഫോൺ എടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ആ ശരി, നീ വേഗം വാ. ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാ. ഓ, അപ്പൊ ഇതാണല്ലേ അവളുടെ കമ്പൈൻ സ്റ്റഡി. കമ്പൈൻ സ്റ്റഡി ഒക്കെ ഇന്ന് ഞാൻ നിർത്തി കൊടുക്കും.
ഹരിയേട്ടാ, നിങ്ങൾക്ക് ഈ വെയിലത്ത് തന്നെ എന്നെ ഈ ബീച്ചിൽ കൊണ്ടുവരണോ? ചൂടെടുത്തിട്ട് വയ്യ മനുഷ്യന്. ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാ ടൈം കിട്ടുക? ഈ സമയത്തല്ലേ നമുക്ക് പോവാൻ പറ്റൂ വെളിയിലോട്ടൊക്കെ. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ മതി മതി. ഹരിയേട്ടാ, എനിക്ക് ഐസ്ക്രീം വേണം, വാങ്ങി തന്നെ. ഐസ്ക്രീം വാങ്ങി തരാനൊന്നും പറ്റില്ല. അതും കൂടെ തിന്നിട്ട് ഇനി പനി പിടിക്കാല്ലേ? ഓ, അല്ലേലും നിങ്ങൾ ഇങ്ങനാണല്ലോ. ഞാൻ പറയുന്നൊന്നും നിങ്ങൾ വാങ്ങിച്ചു തരില്ലല്ലോ. ശരി, എനിക്ക് നിങ്ങൾ വാങ്ങിച്ചു തരണ്ട. നിങ്ങൾ പോയിട്ട് ആ പല്ലവിക്ക് വാങ്ങിച്ചു കൊടുക്ക്. അങ്ങനൊന്നും പറയല്ലേ എന്റെ പെണ്ണെ, നീ എന്റെ കൽബല്ലേടി. പിന്നെ ശരിക്കും ആടി, ശരിക്കും പറഞ്ഞതാ. എന്താ ഹരിയേട്ടാ, എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്താണ്, എനിക്ക് എന്റെ പെണ്ണിനെ നോക്കിക്കൂടെ? ഓ ഹരിയേട്ടാ, ഞാൻ വെറുതെ ചോദിച്ചതാ. നിങ്ങൾ എത്ര വേണേലും നോക്കിക്കോ. ഹരിയേട്ടാ, നിങ്ങളിത് എന്ത് ചെയ്യാൻ പോവാ? നിനക്കൊരു ഉമ്മ തരാൻ. അല്ലാതെ പിന്നെന്തിനാ? ഹരിയേട്ടാ, നിങ്ങളൊന്ന് ചുമ്മാ നിന്നേ, ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടേ. ആൾക്കാരൊക്കെ നിൽക്കുന്നതിനിപ്പോ എന്താണ്? എന്തായാലും എന്റെ വാപ്പ പറഞ്ഞിട്ടില്ലല്ലോ അനക്കൊരു മുത്തം തരാൻ പാടില്ലെന്ന്. എന്തോന്നു? ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഫൈസി, നീ പോയ കാര്യം എന്തായി? അവൾ എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ നീ അറിഞ്ഞോ? ഇക്ക വേഗം ആയിഷയുടെ കോളേജിനടുത്തുള്ള ബീച്ചിലേക്ക് വാ. ഇക്കയ്ക്ക് നേരിട്ടെല്ലാം കാണാം. നമ്മുടെ പിള്ളേരെയും കൂട്ടിക്കോ. ശരി ഫൈസി, ഇപ്പൊ തന്നെ ഞാൻ പിള്ളേരെയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നേക്കാം. നീ അവിടെ തന്നെ നിക്കണം. ഫൈസി, അവരെ നീ എവിടെയാ കണ്ടത്? എവിടെയാ അവള്? ദായിക്ക, രണ്ടുപേരും കൂടി ഇരുന്ന് ആസ്വദിക്കുന്നു. നോക്ക്. എടി അസത്തെ, കണ്ണി കണ്ട നായ്ക്കളുടെ ഒക്കെ കൂടെ കറങ്ങാൻ വേണ്ടിയിട്ടാണോടി രാവിലെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? അയ്യോ ഹരിയേട്ടാ, അങ്കിൾ, വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത് നിങ്ങള്. എനിക്ക് ആയിഷന് ഇഷ്ടാണ്, അവക്ക് എന്നെ ഇഷ്ടാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? അതിന് നീ ഏതാടാ? കണ്ണി കണ്ട നായ്ക്കൾക്കൊക്കെ സ്നേഹിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയിട്ടേക്കുന്നതല്ല ഞങ്ങളുടെ വീട്ടിലെ പെങ്കൊച്ചുങ്ങളെ. ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ അവൾ എന്റെ കൂടെ തന്നെ കാണും. ഞാൻ താലി കെട്ടി എന്റെ കൂടെ നിർത്തും അവളെ. നിങ്ങൾക്ക് ആർക്കും അത് തടയാൻ പറ്റില്ല. നീ ജീവനോടുണ്ടെങ്കിലല്ലേ താലി കെട്ടാൻ പറ്റൂ. ഫൈസി, അടിച്ചു കൊല്ലടാ ഈ നായിന്റെ മോനെ. വാപ്പി പ്ലീസ്, വാപ്പി ഹരിയേട്ടനൊന്നും ചെയ്യല്ലേ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും അവന് വേണ്ടി കിടന്ന് മൂന്നാണ്ടില്ലേ? മര്യാദക്ക് കേറടി വണ്ടിയില്. വാപ്പി പ്ലീസ്, വാപ്പി എന്നെ വിട്. ഹരിയേട്ടനൊന്നും ചെയ്യല്ലേ ഹരിയേട്ടാ. എത്ര ധൈര്യം ഉണ്ടായിട്ടാടി അന്യജാതിക്കാരനൊക്കെ പ്രേമിക്കാൻ നടക്കുന്നത്? അയ്യോ വാപ്പ, വാപ്പ വേണ്ട വാപ്പ, അവളെ തല്ലല്ലേ. ആമിന, നീ ഇതിൽ ഇടപെടണ്ട. ഇത് എന്റെ മോളുടെ കാര്യമാ. ഇവളെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. ഇത്ത, എന്നെ ഒന്നും ചെയ്യില്ലെന്ന് പറയിത്ത. എന്റെ ഹരിയേട്ടൻ അവരെന്തെങ്കിലും ചെയ്യും. അവളുടെ ഒരു ഹരിയേട്ടൻ. നീ ഇനി ഒരിക്കലും അവനെ ജീവനോടെ കാണാൻ പോകുന്നില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോളാം. ഹലോ, എടാ മാനവേ, നീ വേഗം സിറ്റി ഹോസ്പിറ്റലിലേക്ക് വാ. ഹോസ്പിറ്റലിലേക്കോ? എന്താടാ, എന്താ പ്രശ്നം? എടാ, അതൊക്കെ വന്നിട്ട് പറയാം. നീ വേഗം വരാൻ നോക്കി ഇങ്ങോട്ട്. എടാ അജു, എന്താ പറ്റി? എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നീ? എടാ, അത് പിന്നെ ഹരിയുടെ ആയിഷയുടെയും കാര്യം അവളുടെ വീട്ടിലറിഞ്ഞു. അവളുടെ വാപ്പ ഇന്ന് അവരെ ബീച്ചിൽ വെച്ച് കണ്ടു. അവരുടെ ആൾക്കാര് നമ്മുടെ ഹരിയെ നല്ലോണം അടിച്ചു. അവനിപ്പോ ഇവിടെ അഡ്മിറ്റാ. പിന്നെ ആയിഷേനെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട് വീട്ടിലോട്ട്. അവളെ നന്നായിട്ട് ഉപദ്രവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? എന്നിട്ട് നമ്മുടെ ഹരിക്ക് എന്തെങ്കിലും പറ്റിയോടാ?
അവന്റെ കൈ ഫ്രാക്ചർ ആയിട്ടുണ്ട്, പിന്നെ തലയ്ക്ക് പരിക്കുണ്ട്. അങ്ങനെ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. എടാ, ഹരിക്ക് ഇത്രയൊക്കെയല്ലേ പറ്റിയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ആയിഷയുടെ കാര്യത്തിലാ പേടി. അവളെ അവരെന്തെങ്കിലും ചെയ്യുമോ എന്തോ. ഞാൻ അവളെ കുറെ കോൾ ചെയ്തു, പക്ഷെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ. കുഞ്ഞി, നിനക്ക് ഞാൻ രാവിലെ കൊണ്ടുവച്ച ഫുഡല്ലേ ഇത്? എന്താ നീ ഇത് കഴിക്കാത്തത്? എനിക്ക് വേണ്ട ഇത്ത. എന്തിനാ എന്നെങ്കിലും നിർബന്ധിച്ച് കഴിപ്പിക്കുന്നേ? ഞാനിവിടെ കിടന്ന് ചത്താലും ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. എന്തിനാ കുഞ്ഞി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നഷ്ടമില്ലെന്ന് ആര് പറഞ്ഞു? നിന്റെ വാപ്പിക്ക് നഷ്ടമൊന്നുമില്ലായിരിക്കും, പക്ഷെ എനിക്ക് നിന്റെ ഇക്കയ്ക്കും അങ്ങനല്ല. ഇത്ത, എത്ര നാളായിട്ട് എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുക. എന്റെ ഹരിയേട്ടൻ എവിടെയാ? ഹരിയേട്ടൻ എന്താ പറ്റിയത്? കുഞ്ഞി, നിന്റെ ഹരിയേട്ടൻ ഇപ്പൊ കുഴപ്പമില്ല, പക്ഷേ നിന്റെ വാപ്പ അവനെ കൊല്ലാനായിട്ട് നടക്കുക. അതുകൊണ്ട് അവൻ എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കും. ഇത്ത, കുറച്ചു നേരത്തേക്കിന് ഇത്തയുടെ ഫോണും തരുവോ? ഞാൻ ഹരിയേട്ടനെ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നേക്കാം. ശരി, ഞാൻ തരാം. പക്ഷെ പെട്ടെന്ന് വേണം. എന്റെ വാപ്പ ഇപ്പൊ അവിടെ ഇല്ല, എപ്പോ വേണമെങ്കിലും വരും. ഹലോ അജൂക്ക, ഇത് ഞാനാ, ആയിഷ. ആയിഷേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അജൂക്ക. അജൂക്ക, ഹരിയേട്ടൻ എവിടെയാ? എനിക്ക് ഹരിയേട്ടനോടൊന്ന് സംസാരിക്കണം. ദാ, അവൻ ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം, നീ സംസാരിക്ക്. ഹലോ ആയിഷേ, എവിടെ അടിപ്പെണ്ണ നീ? നിന്നെ അവരെന്തെങ്കിലും ചെയ്തോ? നീ ഓക്കെ അല്ലേടി? എനിക്കിവിടെ ഒട്ടും പറ്റുന്നില്ല ഹരിയേട്ട. എന്നെ ഉപദ്രവിക്കുക അവര്. എന്നെ ഇവിടെ പൂട്ടിയിട്ടേക്കുവാ വാപ്പി. കുറച്ചു ദിവസം കൂടെ ഒന്ന് സഹിക്കടി. ഞാൻ വരാം നിന്റെ അടുത്ത്. ഞാൻ വന്ന് കൊണ്ടുവരാം നിന്നെ ഇങ്ങോട്ട്. ഇല്ല ഹരിയേട്ട, എന്നെ കൊണ്ട് ഇനി സഹിക്കാൻ പറ്റത്തില്ല. കൊറേ ആയി സഹിക്കുന്നു. നിങ്ങളെ കൊന്നുകളയുമെന്ന് എന്റെ അടുത്ത് പറഞ്ഞേക്കുന്നെ. നിങ്ങളുടെ ജീവൻ എനിക്ക് വലുത്. അതുകൊണ്ട് ഞാൻ പോവാ ഹരിയേട്ട. എന്നെ ഇനി ആരും ജീവനോടെ കാണില്ല. എടി ആയിഷേ, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? വേണ്ടാത്തൊന്നും ചെയ്യല്ലേ. ഇല്ല ഹരിയേട്ട, എനിക്കിനി പിടിച്ചു നിൽക്കാൻ വയ്യ. ആയിഷേ, ആയിഷേ, എന്താടി പറ്റിയത് നിനക്ക്? ആയിഷേ, ഈ കൊച്ചിതെന്താ ഈ വാതില് തുറക്കാത്തത്? അനക്കവും കേക്കുന്നില്ലല്ലോ. ആയിഷേ, വാതില് തുറക്ക്. ഇക്ക, ആയിഷ വാതില് തുറക്കുന്നില്ല ഇക്ക. അവളുടെ സൗണ്ട് ഒന്നും കേൾക്കുന്നുമില്ല. എത്ര വിളിച്ചിട്ടും വാതില് തുറക്കുന്നില്ല. നീ പേടിക്കണ്ട. അവള് ദേഷ്യത്തിൽ തുറക്കാത്തതായിരിക്കും. ഒന്നുകൂടെ ഒന്ന് സംസാരിച്ചു നോക്ക്. അങ്ങനെ അല്ലക്ക, എനിക്ക് അവളെ അറിയാവുന്നതല്ലേ. അവൾ ഒരിക്കലും എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിച്ചിരിക്കുന്നതല്ല. എനിക്ക് പേടിയാവുന്നിക്ക. ഇക്കൊന്ന് വേഗം വരാൻ നോക്ക്. ആ ശരി ശരി, നീ ടെൻഷൻ അടിക്കണ്ട. ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വന്നേക്കാം. ഇത് ആയിഷയുടെ വീടല്ലേ? ആ അതേലോ, എന്തു പറ്റി? ഇത്താ, ഞാൻ അജ്മൽ, ഹരിയുടെ ഫ്രണ്ടാ. ഇത്തക്ക് ഹരിയെ അറിയായിരിക്കുമല്ലോ. പിന്നെ ഇത്ത, ഞാനിപ്പം വന്നതെന്തിനാ വെച്ച് കഴിഞ്ഞാ, ആയിഷ ഇപ്പൊ ഹരിയെ വിളിച്ചിരുന്നു. കൊറേ കരയൊക്കെ ചെയ്തു. അവള് സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു പറഞ്ഞു ഇത്ത. അവൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആയിഷ എവിടെ ഇത്ത? അജ്മലെ, അവളുടെ വാപ്പ ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് എന്റെ ഫോൺ മേടിച്ചിട്ട് ഹരിയെ വിളിക്കണമെന്ന് പറഞ്ഞ് അവള് കേറി ഡോർ ലോക്ക് ചെയ്തതാ. എത്ര വിളിച്ചിട്ടും അവള് ഡോർ തുറക്കുന്നില്ല. ഇത്ത, ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഞാൻ ഈ ഡോർ എങ്ങനെയും ഒന്ന് ഓപ്പൺ ആക്കാൻ നോക്കട്ടെ. അയ്യോ ആയിഷ, എന്റെ മോള്
അയ്യോ, കണ്ണു തുറക്ക്. ആമിന, ആയിഷ എവിടെ? ഡോർ തുറന്നോ അവള്? ഇക്ക, ഇങ്ങോട്ട് വാ ഇക്ക. അവൾ എന്താ ചെയ്തു വെച്ചേക്കുന്നത് കണ്ടോ? അയ്യോ കുഞ്ഞി, ആയിഷ എന്ത് പണിയാ ഇവിടെ കാണിച്ചത്? ആയിഷ മോളെ കണ്ണു തുറക്കടി. ആയിഷ, ഇങ്ങനെ സമയം കളയല്ലേ ഇക്ക, വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോണം ഇവളെ. എടാ മാനവേ, അത് പിന്നെ ആയിഷ അവളെ സൂയിസൈഡ് ചെയ്തടാ. അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ക്രിട്ടിക്കലാന്നാ പറഞ്ഞേക്കുന്നെ. അയ്യോ, ഇനി എന്ത് ചെയ്യൂടാ നമ്മള്? ഹരി ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാ അവൻ പിന്നെ ഇനി ജീവനോടെ ഇരിക്കില്ല. നീ ഒരു കാര്യം ചെയ്യടാ, നീ ഹരിയും കുട്ടി ഹോസ്പിറ്റലിലേക്ക് വാ. വരുന്നത് എന്താ വെച്ചാ നമുക്ക് നോക്കാം. അവക്ക് എന്തെങ്കിലും സംഭവിക്കും വെക്ക, എനിക്ക് പേടിയാവുന്നു. ഇല്ല, നീ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. അവള് തിരിച്ചു വരും. അവക്കൊന്നും സംഭവിക്കില്ല. എടാ നൗഫലെ, എന്റെ മോൾ എവിടെടാ? അവക്ക് എന്താടാ പറ്റിയത്? എടാ അജു, എന്റെ ആയിഷ എവിടെടാ? അവൾ എവിടെയാടാ? അവക്ക് എന്താടാ സംഭവിച്ചത്? എടാ, അവക്കൊന്നും സംഭവിക്കില്ല. നീ സമാധാനായിട്ട് ഇരിക്കാൻ നോക്ക്. അവളുടെ ഈ ഒരു അവസ്ഥയില് ഞാൻ എങ്ങനെയാടാ സമാധാനായിട്ടിരിക്കുന്നത്? നിനക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയും? എന്റെ ആയിഷ, എനിക്ക് അവളെ ഇപ്പൊ കാണണം. ഹരിയേട്ടാ, ഇങ്ങനെ ഒച്ച വെക്കല്ലേ. ഇതൊരു ഹോസ്പിറ്റലാണ്. അവക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഇരിക്കാൻ നോക്ക്. എല്ലാം കാണിച്ചു കൂട്ടിയിട്ട് ഇരുന്ന് മൂങ്ങുന്നത് നോക്ക്. ഇവൻ കാരണമാ എന്റെ കുഞ്ഞിന് ഇങ്ങനെ ഇപ്പൊ പറ്റിയത്. വാപ്പി കൂടുതലൊന്നും പറയണ്ട. ആയിഷയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഹരിയല്ല, വാപ്പി തന്നെയാ. നിങ്ങൾ അത്ര അവളെ അടിച്ചുകൊണ്ടല്ലേ അവളിപ്പോ ഇങ്ങനെ കാണിച്ചത്. എത്ര ക്രൂരമായിട്ടാ നിങ്ങൾ അവളെ ഉപദ്രവിച്ചത്. ആമിന, നീ എന്തൊക്കെയാ പറയുന്നത്? നീ ആരോടാ സംസാരിക്കുന്നത് നിനക്കറിയോ? ഞാൻ ആരോട് എന്തോ സംസാരിക്കുന്നതിനുള്ള ബോധം എനിക്കുണ്ടിക്ക. ആയിഷയുടെ അവസ്ഥയ്ക്ക് കാരണം വാപ്പി തന്നെയാ. ശരിയാ, ഹരി അന്യജാതിക്കാരൻ തന്നെയാ. എന്നുവെച്ച് അവളിവനെ സ്നേഹിച്ചെന്ന് വെച്ച് ഇപ്പൊ എന്താ കുഴപ്പം? അതിന്റെ പേരില് വാപ്പ എത്രമാത്രം അവളെ തല്ലിയെന്നറിയോ? രണ്ട് അന്യജാതിക്കാരെ സ്നേഹിച്ചെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ലല്ലോ. എന്താ നീ പറയുന്നത്? വാപ്പി അവളെ തല്ലിയോ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നിട്ട് ഇതെങ്ങനെ അറിയാനാ? വേറെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ ഹരിയെ കൊന്നു കളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുവല്ലായിരുന്നോ? പിന്നെ അവൾ എങ്ങനെ പറയാനാ? എന്തൊക്കെയാ വാപ്പി ഞാൻ ഈ കേൾക്കുന്നത്? ഒന്നുമില്ലേലും അമ്മയില്ലാതെ വളർന്നൊരു കുട്ടിയല്ലേ അവള്. അതിന്റെ ഒരു ദയെങ്കിലും നിങ്ങൾക്ക് കാണിക്കായിരുന്നില്ലേ? അങ്ങനെ അന്യജാതിക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ആയിഷയുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കേറി കാണാം. ആയിഷയ്ക്ക് ബോധം വന്നിട്ടുണ്ട്. ആയിഷ, എന്തിനാടി നീ വേണ്ടാത്ത പണിയൊക്കെ കാണിക്കുന്നത്? ഹരിയേട്ടാ, നിങ്ങൾ ഓക്കെ അല്ലേ? ഞാൻ ഒട്ടും സഹിക്കാൻ പറ്റാതെ വന്നപ്പോഴാ ഇങ്ങനെ. കുഞ്ഞി, എന്തിനാ കുഞ്ഞി നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? എത്രമാത്രം വിഷമിച്ചു എന്നറിയോ ഞങ്ങള്? ആമിന, നീ അവളെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. അവളെ റെസ്റ്റ് എടുക്കട്ടെ. ഇക്ക, സോറി ഇക്ക, ഐ എം റിയലി സോറി. ഞാൻ കാണിച്ചത് തെറ്റാന്ന് എനിക്കറിയാം. പക്ഷേ ഹരിയേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇക്ക. അതുകൊണ്ടാണ് ഞാൻ. അത് സാരമില്ലടാ. നീ ഇനി അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാൻ നിൽക്കണ്ട. പിന്നെ എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി എന്റെ ആയിഷയെ ഞാൻ ഹരിയെ കൊണ്ട് കെട്ടിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനിനിയും ആരും എതിർപ്പ് നിൽക്കണ്ട. എതിർപ്പ് നിന്നാലും ഞാനിതെങ്ങനെയും നടത്തും. ഇതെന്റെ തീരുമാന. ഇക്ക പറയുന്നത് സത്യമാണോ?
സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ? അതെ, ഇത് സത്യമാണ്. എന്റെ ആയിഷയുടെ ജീവനാ എനിക്ക് വലുത്. ഒരിക്കലും അവളെ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇനി കാണാൻ വയ്യ. അതുകൊണ്ട് എന്റെ തീരുമാനം ഇതാണ്. അതിന് വാപ്പി എതിര് നിന്നാലും ഞാൻ അവരുടെ കല്യാണം നടത്തും.